Hi all, welcome to another lecture of Mechanics of Fluids. So ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഓറിഫൈസ് മീറ്ററിൻ്റെ പ്രോബ്ലംസ് ആണ്, ചില സാമ്പിൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വിൽ ഡയറക്ട്ലി ഗോ ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An orifice meter with orifice diameter 15 centimeters is inserted in a pipe of 30 centimeter diameter. The pressure on the upstream and downstream of orifice meter is 14.7 Newton per centimeter square and 9.81 Newton per centimeter square respectively. Find the discharge. Take CD, coefficient of discharge, equal to 0.6. So hope you have taken down the first question. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതി വെക്കാം. സോ നമുക്ക് ഓറിഫൈസിൻ്റെ ഡയമീറ്റർ സോ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് DO. ഓക്കെ, ഓറിഫൈസിൻ്റെ ഡയമീറ്റർ തന്നിട്ടുള്ളത് 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് പൈപ്പിൻ്റെ ഡയമീറ്റർ ആയിട്ട് തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് D1, ദാറ്റ് ഈസ് ഗിവൺ ആസ് 30 സെൻറ്റിമീറ്റർ 30. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രഷർ അറ്റ് ദ അപ്സ്ട്രീം എന്നാണ്. സോ ഓറിഫൈസിൻ്റെ ഒരു പൈപ്പിൻ്റെ ഡയഗ്രം നമ്മളിങ്ങനെ വരക്കുമ്പോൾ ഇഫ് ഇറ്റ്സ് എൻ എഡ്ജ് ഷേപ്പ് ടൈപ്പ് ആണെങ്കിൽ, ഷാർപ്പ് എഡ്ജ് ടൈപ്പ് ആണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഓറിഫൈസിൻ്റെ ഡയമീറ്റർ D0 നമുക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ D1 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ഇൻലെറ്റിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ അപ്സ്ട്രീം എന്ന് പറയുന്നതും ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്തിന് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. സോ അപ്സ്ട്രീമിലുള്ള പ്രഷർ അവർ തന്നിട്ടുണ്ട്, എത്രയാണ്? 14.7 കിലോ ന്യൂട്ടൺ, അല്ല വെറും ന്യൂട്ടൺ ആണ്, സോറി, ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻഡ് ഡൗൺ സ്ട്രീമിലുള്ള പ്രഷർ, സോ ഇൻലെറ്റിലുള്ള കേസ് ആയതുകൊണ്ടാണ് ദാറ്റ് ഈസ് +1 അപ്സ്ട്രീമാണ്. ഇപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ കേസ് പ്രഷർ P2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഒബ്വിയസ്ലി മീൻസ് പ്രഷർ അറ്റ് 2, സെക്ഷൻ 2 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അറ്റ് ദ സെക്ഷൻ ഓഫ് വിന കോൺട്രാക്ട്. So section of Vena contractile the pressure is given as 9.81 Newton per centimeter square. ഇത് ഹെഡിൻ്റെ ടേംസിലല്ല, ആ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഹെഡിൻ്റെ ടേംസിലാണെങ്കിൽ സം സോർട്ട് ഓഫ് മീറ്റേഴ്സ് എന്ന രീതിയിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ള രീതിയിലോ തരുമായിരുന്നു. ഇവിടെ ഒറിജിനൽ പ്രഷറിൻ്റെ നോർമൽ യൂണിറ്റിൽ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. So these values are given and they have also given coefficient of discharge of orifice CD എന്ന് പറയുന്നത് 0.6 എന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡിസ്ചാർജ് എന്നാണ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഫോർ ആൻ ഓറിഫൈസ് മീറ്റർ എന്താ? CD ഇൻറ്റു A1 A0 ഇൻറ്റു √2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ A1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പൈപ്പ്. ഓക്കെ, A0 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഓറിഫൈസ് ആണ്. അവിടെ വിന കോൺട്രാക്റ്റയിലെ ഏരിയ അല്ല, സെക്ഷൻ 2ലെ ഏരിയ അല്ല. സോ ദാറ്റ്സ് വൈ A0 √2GH. H എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു മാനോമീറ്റർ ഉണ്ടെങ്കിൽ, യൂട്യൂബ് മാനോമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് H, അതിൻ്റെ X കിട്ടും. അപ്പോൾ Xനെ H എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നമ്മൾ വെഞ്ചുറി മീറ്ററിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് H തന്നെ തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് H എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് A1 A0ൻ്റെ സ്ക്വയറിലാക്കി ചെയ്യാം, റൈറ്റ്? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഓറിഫൈസും അതുപോലെ ഇൻലെറ്റുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനീഷ്യൽ സെക്ഷനാണ് സെക്ഷൻ 1, ഹിയർ ഇസ് ദ സെക്ഷൻ ഓഫ് ഓറിഫൈസ്. പിന്നെ വെന കോൺട്രാക്റ്റിൻ്റെ ഏരിയ എവിടെയാണോ അവിടെയാണ് സെക്ഷൻ 2. ലെറ്റ് ദിസ് പൊസിഷൻ ബി ദാറ്റ് ഓഫ് വെന കോൺട്രാക്ട്. വെന കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഇവിടെ ആയിരിക്കും ഏറ്റവും അധികം ചെറിയ റിഡക്ഷൻ വരിക, എന്നിട്ട് ഇവിടുന്ന് ഫ്ലോ വലുതായിട്ട് വരും. സോ നമ്മൾ ആ വെന കോൺട്രാക്റ്റിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞതാണ്. സോ വിന കോൺട്രാക്റ്റിൻ്റെ പൊസിഷനാണ് സെക്ഷൻ 2. ഇനി ഈ വെഞ്ചുറി ഓറിഫൈസ് മീറ്ററിൻ്റെ ഡിസ്ചാർജ് എനിക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം, കൺസിഡറിങ് സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ ഓഫ് ഓറിഫൈസ്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. സെക്ഷൻ 2ഉം സെക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ഓറിഫൈസും കൂടെ കൺസിഡർ ചെയ്തിട്ടും കൂടെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കൊരു ഇക്വേഷൻ എഴുതാം. അതെങ്ങനെയായിരിക്കും? അപ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളത്, ഇവിടെ നമ്മൾ 0 and 1 ആണ് കൺസിഡർ ചെയ്തത്, അല്ലേ? അപ്പോൾ ഇനി 2ഉം 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ ഓഫ് വെന കോൺട്രാക്ട് ആൻഡ് O ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഹാവ് അഗെയിൻ CD, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A2 and A0 ആണ്, അല്ലേ?
ഇപ്പോൾ ഇവിടെ നമ്മൾ A1 A0 ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ A2 ആൻഡ് A0 എടുക്കണമെങ്കിൽ A2 ഇൻറ്റു A0 ഇൻറ്റു റൂട്ട് ഓഫ് 2GH സെയിം ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ഏരിയ അറ്റ് 2 ആണ് ഏറ്റവും കുറവ് അല്ലേ, കമ്പയറിങ് ടു ഏരിയ ഓഫ് ദാറ്റ് ഓഫ് ഓറിഫേസ്, റൈറ്റ്? സോ നമ്മൾ എന്തെടുക്കണം, ഏരിയ ഓഫ് ഓറിഫേസ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് 2 സ്ക്വയർ എന്ന രീതിയിലും എന്ത് ചെയ്യാം, എനിക്ക് ഓറിഫേസ് മീറ്ററിൻ്റെ ഡിസ്ചാർജ് എനിക്ക് ഇങ്ങനെയും കാണാം. സോ നമുക്കിനി എല്ലാ വാല്യൂസും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ CD വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.6 അല്ലേ, 0.6 തന്നിട്ടുണ്ട്. സോ A1ഉം A0ഉം കാണാൻ വി ഹാവ് ഡയമീറ്റേഴ്സ് D0 ആൻഡ് D1. സോ A1ഉം A0ഉം അറിയാം. ഓക്കെ, നൗ ദ കൺഫ്യൂഷൻ ഈസ് ഓൺലി റിഗാർഡിംഗ് ദ വാല്യൂ ഓഫ് H. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഏരിയ 1. ഏരിയ 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് π/4 ഇൻറ്റു D1 സ്ക്വയർ. So π/4 into D1 is 30 centimeters. So it is 30 minus 2. അത് മീറ്റേഴ്സിൻ്റെ കേസിലാക്കണം, സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ എഴുതാം. ആൻഡ് ഏരിയ 2 എന്ന് പറയുന്നതോ π/4 ഇൻറ്റു ഏരിയ 2 അല്ല A0 ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് വെന കോൺട്രാക്റ്റിൽ ഏരിയ തന്നിട്ടില്ല. സോ ഓറിഫേസിൻ്റെയും ഫസ്റ്റ് സെക്ഷൻ ആയാലും മതി. ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ സെക്ഷൻ 2ഉം ഓറിഫേസും തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. So π/4 into D0 square. So π/4 into D0 is 15 centimeter. അതിനെ മീറ്റർ ആക്കുമ്പോൾ 10 to the power minus 2 the whole square. So finally I will get the area at the throat section or that of at the orifice section, that is 0.018 meter square, and that at the inlet of the pipe that I get 0.071 meter square. ഓക്കെ, അപ്പോൾ എനിക്ക് ഏരിയ രണ്ടെണ്ണവും കിട്ടി. ഇനി എനിക്ക് H വാല്യൂ കാണാനാണ്. സി ആസ് പെർ ദി വാല്യൂ H നമ്മൾ പൊതുവേ കാണാറ് എങ്ങനെയാണ്, മാനോമീറ്ററിന് റീഡിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടിട്ട് X വാല്യൂ കിട്ടും. ആ Xനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട് അതിൻ്റെ റിലേഷൻ അറിയാലോ, അത് വെച്ചിട്ട് എനിക്ക് H കിട്ടാറാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ മാനോമീറ്ററിൻ്റെ റീഡിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് പ്രഷർ വാല്യൂസ് അറ്റ് 1 ആൻഡ് അറ്റ് ദാറ്റ് ഓഫ് ദി സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ട്, അതായത് സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ വെന കോൺട്രാക്റ്റിൻ്റെ സെക്ഷനിലുള്ള പ്രഷർ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് സം റിലേഷൻസ് റിഗാർഡിങ് ദിസ്. സോ നമ്മൾ വെഞ്ചുറിമീറ്റർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു Hൻ്റെ വാല്യൂ കാണാൻ, ദാറ്റ് ഈസ് P1/ρg പ്ലസ് Z1 മൈനസ് P2/ρg പ്ലസ് Z2. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഹെഡ് എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. പൊതുവേ ക്വസ്റ്റ്യൻസിലൊക്കെ Z1ഉം Z2ഉം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ആണെങ്കിൽ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ഡേറ്റത്തിൽ നിന്ന് ഒരേ ഹൈറ്റാണ്. പക്ഷെ നമുക്ക് തരുന്ന വെഞ്ചുറി മീറ്ററോ ഓറിഫേസ് മീറ്ററോ എന്തെങ്കിലും ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആണെന്ന് പറയും, ചിലപ്പോൾ സ്ലോപ്പിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞേക്കാം, ചിലപ്പോൾ ആംഗിളുടെ ഇതിൽ അർത്ഥത്തിൽ പറഞ്ഞേക്കാം. സോ അങ്ങനത്തെ കേസിലാവുമ്പോൾ എന്തുണ്ട്, Z1ഉം Z2ലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ആ ഹെഡും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ നെറ്റ് ഹെഡ് കാണുക. ഓക്കെ, സോ ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അവർ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സോ Z1ഉം Z2ഉം ഒബ്വിയസ്ലി എന്തായിരിക്കും, സെയിം വാല്യൂസ് ആയിരിക്കും, അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ഫൈനലി ഐ വിൽ ഗെറ്റ് ദി ഇക്വേഷൻ as P1/ρg മൈനസ് P2/ρg, റൈറ്റ്? അതിൽ ഓറിഫൈസ് മീറ്ററിൽ പ്രത്യേകിച്ച് ഇന്ന ഫ്ലൂയിഡ് ആണ് പോണത് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക വാട്ടറാണ്. സോ വാട്ടർ ആകുമ്പോൾ റോയുടെ വാല്യൂ എന്താവും, 1000 ആവും. G വാല്യൂ is 9.81. ഒബ്വിയസ്ലി P1ഉം P2ഉം നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ H വാല്യൂ എന്ന് പറഞ്ഞാൽ P1 വാല്യൂ is 14.7 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഇത്രയും. അപ്പോൾ സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10 to the power 4 ആണ്. ഓക്കെ, this much Newton per meter square divided by rho G. Rho is 1000, G is 9.81 minus, again next one is 9.81 Newton per centimeter square. അത് per meter square ആക്കുമ്പോൾ into 10 to the power 4 into rho G, that is 1000 into 9.81. So solving for this 14.7 9.81 കുറച്ച് കഴിഞ്ഞ് ഡിവൈഡ് ബൈ ഇതെല്ലാം നമ്മൾ എന്താണ് SI യൂണിറ്റിലേക്ക് മാറ്റി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. സോ ഫൈനലി ദ അപ്രോക്സിമേറ്റ് വാല്യൂ യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 4.99 മീറ്റേഴ്സ്. ഇതാണ് ഹെഡിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക, 4.99
മീറ്റേഴ്സ്. കാരണം ഇവിടുത്തെ സെൻറ്റിമീറ്റേഴ്സിനൊക്കെ നമ്മൾ മാറ്റി. ഈ 9.81 ഓൾറെഡി അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ആൻഡ് ആ യൂണിറ്റിലൊക്കെ മീറ്ററാണ് വാല്യൂ വരുന്നത്. ഇവിടെയും 1000 എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇത് മാത്രം നിങ്ങൾ സെൻറ്റിമീറ്റേഴ്സിൽ എടുത്ത് കൊണ്ടുപോയാൽ ഇവിടെ ആൻസർ കിട്ടുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാറും. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ കിട്ടില്ല. അതുകൊണ്ട് എല്ലാം എന്ത് ചെയ്യുക, SI യൂണിറ്റ്സിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് H വാല്യൂ കിട്ടി അല്ലേ. സോ നൗ ഓൾ ദ വാല്യൂസ് ആർ നോൺ ടു മീ. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നേരെ നിങ്ങൾ ഇക്വേഷനിൽ അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സോ ഐ ഹാവ് Q ഈസ് ഈക്വൽ ടു സി ഡി വാല്യൂ വാസ് ഗിവൺ ആസ് 0.6 ഇൻറ്റു ഏരിയ 1 area naught 0.071 into 0.018 into square root of 2 into 9.81 into H value was 4.99 4.99 divided by root of 0.071 square minus 0.018 square root of A1 square minus A0 square അല്ലേ. ഇത്രയും വാല്യൂ ഉള്ളൂ. നിങ്ങൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ ആൻസർ ദാറ്റ് യു വിൽ ഗെറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു 0.11. ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇപ്പോൾ ഡിസ്ചാർജിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി, ഇറ്റ് ഈസ് 0.11 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി ഈസി ക്വസ്റ്റ്യൻ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, നൗ വി വിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Oil of specific gravity 0.85 issues from a 5 cm diameter orifice under a pressure 12 Newton per centimeter square. The diameter of the jet at vena contracta is 4 cm under a pressure of 9.5 Newton per centimeter square and the discharge is 7.75 liters per second. What is the coefficient of velocity? Hope you have taken down the second question and here is a solution for it. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പോലെ തന്നെയുള്ള ഒരു ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെന്താ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 0.85. സോ അത് തരുന്നതോടുകൂടി നമുക്ക് എന്ത് മനസ്സിലായി, ആ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഓയിൽ ഈസ് 850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതെങ്ങനെ, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ റോ ജി ആണ്. സോ റോ എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1000 ഇൻറ്റു 0.85. ഇതൊക്കെ ഓൾറെഡി നമ്മളെ ഏറ്റവും ബേസിക്സ് അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്താണെന്നും ഡെൻസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്ന വഴി നമുക്കറിയാം. സോ റോ ഓഫ് ഓയിൽ ഈസ് 850. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഓറിഫേസിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓറിഫേസിൻ്റെ ഡയമീറ്റർ ഇറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻⁻². ഇതൊക്കെ ആദ്യമേ ഈ ഡയമെൻഷൻ കറക്റ്റൊക്കെ എഴുതി വെച്ചോളൂ. ആൻഡ് ദ പ്രഷർ ദ പ്രഷർ അറ്റ് ദ ഓറിഫേസ് അതാണ് നമ്മുടെ ഇനീഷ്യൽ സെക്ഷൻ അല്ലേ. സോ അവിടെ നമ്മൾ P1 എന്ന് ഇടാം. കാരണം അവിടെയാണ് നമ്മൾ ഫസ്റ്റത്തെ ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റത്തെ സെക്ഷൻ എന്നുള്ള അർത്ഥത്തിലിടുന്നത്. സോ അവിടെ P1 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 12 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 12 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി വിനാ കോൺട്രാക്റ്റിലുള്ള ഡയമീറ്റർ. സോ വിനാ കോൺട്രാക്റ്റിലുള്ള ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ആണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 10⁻⁻² മീറ്റർ. ആൻഡ് ദ പ്രഷർ ഓവർ ദർ P2 is 9.5 Newton per centimeter square. So 9 into 10⁻⁴ Newton per meter square. And here the discharge is given. Q discharge is given as 7.75 liters per second ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 7.75 ഇൻറ്റു 10⁻⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ എല്ലാ കൺവേർഷൻ ഫാക്ടേഴ്സും നിങ്ങൾ ഗിവൺ ഡാറ്റാസ് എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ ദാറ്റ് പിന്നീട് നിങ്ങൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസ് നേരെ നോക്കിയിട്ടാണ്ട് എഴുതിയെടുത്താൽ മതി. അപ്പോൾ തെറ്റാൻ സാധ്യത കുറയും. നൗ അവർ ചോദിച്ചിട്ടുള്ളത് എന്താ, അവർ ചോദിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്താന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദർ ഈസ് ആൻ ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്നുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അത് നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അത് ഞാൻ പറഞ്ഞിട്ടില്ല. തൽക്കാലം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്നാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്തായി, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആൻസറായി. സോ ഹൗ ആർ വി ഗോയിങ് ടു ഡു ദാറ്റ്? സോ ആദ്യം നമുക്ക് എന്ത് നോക്കാം, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എത്രത്തോളം കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ ഓറിഫൈസ് മീറ്ററിൻ്റെ അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ഏരിയ അറ്റ് വെന കോൺട്രാക്റ്റ divided by area at orifice. വെന കോൺട്രാക്റ്റിലെ ഏരിയ ഡിവൈഡ് ബൈ ഓറിഫൈസിലുള്ള ഏരിയ. ഓക്കെ, വെന കോൺട്രാക്റ്റിൻ്റെ ഏരിയനെ നമ്മൾ എങ്ങനെയാണ് പൊതുവെ, വെന കോൺട്രാക്റ്റിലെ ഏരിയാസ് നമ്മൾ 2 എന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ വെച്ചിട്ടാണ് ചെയ്യാറ് അല്ലേ. സോ ഏരിയ അറ്റ് 2 ഡിവൈഡഡ് ബൈ ഏരിയ അറ്റ് ദി ഓറിഫൈസ്. Now what is area at 2? Pi by 4 into d2 square divided by area at the orifice pi by 4 into d naught square. Okay, അപ്പോൾ area at 2 pi by 4 into d2 is given as 4 centimeter, or that is 4 into 10 to the power minus 2. അതിൻ്റെ സ്ക്വയർ എടുക്കണം, സ്ക്വയർ എടുത്തില്ലെങ്കിൽ തെറ്റും. ഡിവൈഡഡ് ബൈ pi by 4 into d naught is 5 centimeter, so 5 into 10 to the power minus 2 the whole square. So ഇങ്ങനെ നിങ്ങൾ ഏരിയ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് ദി ആൻസർ ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പൈ ബൈ ഫോർ ക്യാൻസൽ ചെയ്യാം, പിന്നെ ഇതിൽ സ്ക്വയറിൽ ഈ ടേം ക്യാൻസൽ ചെയ്താൽ, സോ ഇറ്റ് വിൽ ബി 16/25 ഐ തിങ്ക്. സോ ഫൈനലി യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 0.64. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ യു ക്യാൻ സീ ദ വാല്യൂ ഇസ് 0.64. അപ്പോൾ എനിക്ക് CC വാല്യൂ കിട്ടി. ഇനി എനിക്ക് എന്തും കൂടെ കിട്ടിയാൽ മതി, CD വാല്യൂയും കൂടെ കിട്ടിയാൽ മതി. CD വാല്യൂ നമ്മൾ ഏതിലാണ് കാണാറുള്ളത്? നമ്മൾ പൊതുവേ കാണാറുള്ളത് നമ്മുടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ അതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ടത് ഓറിഫൈസും വെന കോൺട്രാക്റ്റിൻ്റെയും ഡയമീറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വരും. എന്താ വരിക, A0 into A2 into root of 2GH divided by square root of A0 square minus A2 square അല്ലേ, ഇൻറ്റു CDയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ A0 A2 നമ്മൾ ഓൾറെഡി ഏരിയാസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും A0 അല്ലെങ്കിൽ A0 എന്ന് പറയുന്നത് ദ വാല്യൂ ഈസ് 1.96 ഇൻറ്റു 10 to the power minus 3 മീറ്റർ സ്ക്വയർ എന്നാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ A2ൽ കിട്ടുന്നത് 1.26 ഇൻറ്റു 10 to the power minus 3 മീറ്റർ സ്ക്വയർ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതന്നെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. സോ ഇതിൽ എനിക്ക് ഏരിയ അറ്റ് നോട്ട് ഏരിയ 2 കിട്ടും. എനിക്ക് H ആണ് അറിയേണ്ടത് അല്ലേ. H എനിക്ക് എന്തില്ല, അറിയില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ പ്രഷർ വാല്യൂസ് തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തുണ്ട്, Z1ഉം Z2ഉം നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. സോ തൽക്കാലം ഞാൻ എഴുതുമ്പോൾ Z1ഉം Z2 എഴുതുന്നു, കാരണം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴും അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. സോ ദാറ്റ് ദ ഇൻവിജിലേറ്റർ വിൽ നോ യു നോ ദ കൺസെപ്റ്റ് റിയലി വെൽ. അപ്പോൾ ഇതിൽ ഒബ്വിയസ്ലി Z1ഉം Z2ഉം ഇല്ല. സോ ഫൈനലി ഇക്വേഷൻ എന്താവും, P1 by rho g minus P2 by rho g. Now what is P1? 12 into 10 to the power 4 minus P2 എന്ന് പറയുന്നത് എന്താ, 9 into 10 to the power 4.
ഡിവൈഡ് ബൈ റോ ജി. റോ ജി എന്ന് എടുക്കുമ്പോൾ ഇവിടെ 1000 അല്ല എടുക്കേണ്ടത്, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ഓയിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറിയാതെ നിങ്ങളിങ്ങനെ ചെയ്തു പോകുമ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്നതൊക്കെ അധികം വാട്ടറിൻ്റെ പ്രോബ്ലംസ് ആകുമ്പോൾ നേരെ കയറി റോ എടുക്കരുത്. ഇവിടെ ഫ്ലൂയിഡ് ഏതാണ്? ഓയിലാണ്. ഓയിലിൻ്റെ റോ ഏതാ? 850 ആണ്. സോ 850 ഇൻറ്റു ജി വാല്യൂ ഇസ് 9.81. So 9, 10, 11, 12, that the value will be 3 into 10 to the power 4 divided by 850 into 9.81. You will get the value as 8338.5. This is rho g, specific weight ആണ്. So that will be Newton per meter cube. So ആ കോലത്തിൽ എനിക്ക് കിട്ടി. സോ ഇതിനെ നമ്മൾ വീണ്ടും ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഫൈനലി ദ എച്ച് വാല്യൂ. എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ വാല്യൂ എനിക്ക് ഫൈനലി കിട്ടുന്നത് 3 meters ആണ്. അപ്രോക്സിമേറ്റ്ലി 3 meters. എക്സാക്ട് 3 ആയിട്ട് കിട്ടില്ല, ബട്ട് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 3 meters ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇക്വേഷനിലെ CD ആണ് കാണേണ്ടത്. A0 അറിയാം, A2 അറിയാം, A0 അറിയാം, A2 അറിയാം, 2G വാല്യൂ അറിയാം, എച്ച് വാല്യൂ അറിയാം, എല്ലാം ഇവിടുത്തെ അറിയാം അല്ലേ. ഡിസ്ചാർജ് വാല്യൂ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7.75 liters per second ആണെന്ന് അല്ലേ. സോ ഫൈനലി ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ഇക്വേഷൻ ആസ് 7.75 into 10 to the power minus 3, which is this discharge, Q discharge, that is equal to CD ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, into A0. Area note is 1.96 into 10 to the power minus 3 into A2, that is 1.26 into 10 to the power minus 3. A0, A2 into root of 2 into G is 9.81 into H value നമ്മൾ 3 meters ആക്കിയിട്ട് റൗണ്ട് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A0 സ്ക്വയർ. A0 എന്ന് പറഞ്ഞാൽ 1.96 into 10 to the power minus 3 the whole square minus A2 square, that is 1.26 into 10 to the power minus 3 the whole square. See, എല്ലാ വാല്യൂസും നോൺ ആണ്, എല്ലാ വാല്യൂസും നോൺ ആണ്, ഇൻറ്റു CD, that is equal to some known value. Okay, so if you are doing this problem you can see that finally നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും CD value will be equal to 0.614. ഓക്കെ, ഇപ്പം നമുക്ക് ചോദ്യത്തിൽ CD കാണാനായിരുന്നു ഉദ്ദേശം. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സിൻ്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് D കേട്ടോ. സോ CD വാല്യൂ 0.614. നമുക്ക് CD കാണലായിരുന്നു ഉദ്ദേശം, അല്ല, നമ്മളോട് ചോദിച്ചത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കാണാൻ. അപ്പോൾ അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ഞാൻ 0.64 cc ആണെന്നുള്ളത് നമ്മൾ കണ്ടു. എന്താ CC എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ CCയുടെ വാല്യൂ കിട്ടി, CDയുടെ വാല്യൂയും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഫൈനലി ഐ ക്യാൻ സേ CV ഈസ് ഈക്വൽ ടു CD by CC. Now what is CD? 0.614 divided by CC is 0.64. So you will get CV value as near to 0.96. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ആൻഡ് ഫൈനലി ഐ ഹാവ് ഗോട്ട് ദിസ് ആൻസർ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം വെൽ. സോ ഇറ്റ് വാസ് ഓൾസോ അനദർ ന്യൂ പ്രോബ്ലം, ബട്ട് ആൻ ഈസി പ്രോബ്ലം. ഈ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഓറിഫൈസും വെന കോൺട്രാക്റ്റിൻ്റെ ഏരിയയും തന്നാൽ ഈ ഇക്വേഷനും എന്ത് ചെയ്യാം, ഓറിഫൈസ് മീറ്ററിന് ഡിസ്ചാർജിന് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സോ നൗ വി വിൽ ഗോ ഫോർ ദി തേർഡ് ക്വസ്റ്റ്യൻ. An orifice meter consisting of 10 centimeter orifice in a 25 centimeter diameter pipe has coefficient 0.65. The pipe delivers oil of specific gravity 0.8. The pressure difference between two sides of the orifice meter is 80 centimeters of the mercury column. Calculate the flow rate in liters per second. ഹോപ്പ് യു ഹാവ് ടേക്കൺ ഡൗൺ ദി തേർഡ് ക്വസ്റ്റ്യൻ. ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ അതിലെ മാനോമീറ്ററിൻ്റെ റീഡിങ് മെർക്കുറിയുടെ ടേംസിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു ഫോർമൽ പ്രോബ്ലമാണ്. ഇറ്റ്സ് വെരി ഈസി. ഇഫ് യു നോ ദിസ് പ്രോബ്ലം, ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദീസ് ടൈംസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് ദി റൈറ്റ് ആൻസർ വിച്ച് ഈസ് ഷോൺ ഇൻ ദി വീഡിയോ. അപ്പോൾ അറിയാത്തവർ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം കൂടെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ഒരു ഓറിഫൈസ് മീറ്റർ ആണ്. ഓറിഫൈസിൻ്റെ സൈസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്, ഓറിഫൈസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 10 centimeter. അത് ഏത് പൈപ്പിലാണ് വെച്ചിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പൈപ്സ് ഡയമീറ്റർ, ദാറ്റ് ഈസ് ഗിവൺ ആസ് 25 centimeters. അങ്ങനെയെങ്കിൽ
അതിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 0.65. ക്ലിയർ? ഈ കോയഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ അവർ ഉദ്ദേശിക്കുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. സോ ദാറ്റ് ഈസ് 0.65. നൗ ഇതിൽ ഒഴുകുന്നത് വെള്ളമല്ല, ഇതിലൂടെ പോകുന്നത് ഒരു ഓയിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൻസിറ്റി ഒരിക്കലും 1000 എടുക്കരുത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓയിൽ എടുക്കണം. പക്ഷേ ഡെൻസിറ്റി ഓഫ് ഓയിൽ എല്ലാവരും തന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ഈസ് ഗിവൺ ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ് 0.8. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഓയിൽ വിൽ ബി 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 0.8 into 1000 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ. ഇനി പ്രഷർ ഡിഫറൻസ് തന്നിട്ടുണ്ട് ഓഫ് ദ ഓറിഫൈസ് മീറ്റർ. P1 മൈനസ് P2 എന്നുള്ള ആ പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രഷർ ഡിഫറൻസ് നമുക്ക് ഹെഡിൻ്റെ ടേംസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഹെഡിൻ്റെ ടേംസിൽ തന്നത് എങ്ങനെയാ വെച്ചാൽ 80 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ യൂട്യൂബ് മാനോമീറ്ററിൽ അങ്ങനെ നോക്കുമ്പോൾ പ്രഷർ P1ഉം P2ഉം തമ്മിൽ ഈ ഡിസ്റ്റൻസ് ആണ് എത്ര തന്നിട്ടുള്ളത്? 80 സെൻറ്റിമീറ്റർ. ഓർ ഐ ക്യാൻ സേ ദിസ് ഇസ് നോട്ട് മൈ H, ദിസ് ഈസ് മൈ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയും. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് വാട്ടർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് വി ഹാവ് ദ ഇക്വേഷൻ CD ഇൻറ്റു A0 A1 ഇൻറ്റു √2GH ഡിവൈഡഡ് ബൈ √A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ A0 കണ്ടുപിടിക്കാം, കാരണം D0 അറിയാം. A1 കണ്ടുപിടിക്കാം, കാരണം D1 അറിയാം. CD നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. G ഈസ് അഗൈൻ അനദർ കോൺസ്റ്റന്റ് വിച്ച് ഇസ് 9.81. H വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നത് H വാല്യൂ അല്ല X വാല്യൂ എന്നാണ്. കാരണം നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിൽ മെർക്കുറി ആണല്ലോ പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ മെർക്കുറിയുടെ ടേംസിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് എപ്പോൾ H ആയിട്ട് പരിഗണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇഫ് മൈ ഹെഡ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് വാട്ടറിൻ്റെ ടേംസിലാണ് ഹെഡ് തരുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ H വാല്യൂ ഡയറക്റ്റ് ഇവിടെ ഇടാം. പക്ഷെ ഇവിടെ മെർക്കുറിയുടെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മെർക്കുറി എന്ന് പറഞ്ഞാൽ വാട്ടറിനെക്കാട്ടിലും ഹെവിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എച്ചിലേക്ക് മാറ്റാൻ എന്താണ് ഇക്വേഷൻ? H ഈസ് ഈക്വൽ ടു X ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഗിവൺ ഫ്ലൂയിഡ് -1. ഇത് ചെയ്താൽ എനിക്ക് എന്തുണ്ട്, എച്ചിൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ വെഞ്ചുറിമീറ്റർ പ്രോബ്ലം ചെയ്തപ്പോൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമുക്കത് കാണാം. H ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 80 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? 80 സെൻറ്റിമീറ്റേഴ്സ് പറഞ്ഞു. അത് ഞാൻ മീറ്റർക്ക് ആക്കുക 10⁻⁻² ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉള്ളത് ഏതാ? മെർക്കുറിയാണ്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കാണാപ്പാഠം പഠിക്കണം, 13.6 ആണ്. നമുക്ക് തന്ന ഓറിഫൈസ് മീറ്ററിൻ്റെ പോകുന്നത് ഫ്ലൂയിഡ് ഏതാ? ഓയിലാണ്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഇവിടെ ചോദിച്ചത്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? 0.8 ആണ്. ദാറ്റ് ഈസ് 0.8 -1. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് H വാല്യൂ. H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 12.8, അപ്രോക്സിമേറ്റ്ലി 12.8 മീറ്റേഴ്സ് കിട്ടും. സോ അപ്പോൾ എനിക്ക് H കിട്ടി. അപ്പോൾ ഏരിയ 1 എങ്ങനെയായിരുന്നു? π/4 D1 സ്ക്വയർ ആണ്. അപ്പോൾ π/4 D1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഏരിയ 0.049 മീറ്റർ സ്ക്വയർ. അതുപോലെ A0 ഈസ് π/4 D0 സ്ക്വയർ, അതായത് ഏരിയ അറ്റ് ദി ഓറിഫേസ്. സോ D0 പറഞ്ഞ് തന്നിട്ടുള്ളത് 10 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ അതിനൊക്കെ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 25 സെൻറ്റിമീറ്ററിനെയും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഫൈനലി ഏരിയ അറ്റ് ദി ഓറിഫേസ് ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 7.85 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതെല്ലാം അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഏരിയാസ് ആണ്. സോ ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ? നമ്മളോട് Q കാണാൻ. എല്ലാം ആയല്ലോ. സോ ഐ ക്യാൻ സേ Q ഈസ് ഈക്വൽ ടു CD values given as 0.65 into A1 into A0. So that is 0.049 into 7.85 into 10⁻³ എന്ന് വെച്ചിട്ട് എഴുതാം. into √2 into 9.81 into H is 12.8 meters. ശ്രദ്ധിക്കണേ, നിങ്ങളെങ്ങാനും Hൻ്റെ അവിടെ 80 എടുത്തു കഴിഞ്ഞാൽ എൻ്റയർ ആൻസർ തെറ്റും. ഓക്കെ, കാരണം ഡിഫറൻസ് അത്രയും മാറ്റമുണ്ട്. ദിസ് ഈസ് അറൗണ്ട് 13 ആൻഡ് ദിസ് ഈസ് 80 അല്ലേ? സോ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ തരുന്ന H എപ്പോഴും നമ്മൾ വാട്ടറിൻ്റെ ടേംസിൽ തന്നെയാണ്
എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതല്ല എങ്കിൽ പ്രഷർ ഇക്വേഷൻസ് പ്രഷർ വാല്യൂ തന്നെങ്കിൽ എങ്ങനെ എടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ നമ്മൾ എന്താണ് കണ്ടതാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A0² അല്ലേ. സോ A1 square is 0.049 the whole square minus 7.85 into 10 to the power minus 3 the whole square. So finally if you are doing it in calculator and into 0.65 ഉണ്ട്, അത് മറക്കരുത്, ഇത്രയും ടേം into 0.65. So അത് ചെയ്ത് കഴിഞ്ഞാൽ finally you will get the answer for Q. It is 0.00819 ഇത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇത്രയും ഡെസിമൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് ലിറ്റേഴ്സിലാക്കണമെങ്കിൽ 1 മീറ്റർ ക്യൂബ് ആണെങ്കിൽ ലിറ്റർക്ക് ആക്കണമെങ്കിൽ into 1000 ആക്കിയാൽ മതി. സോ ഇറ്റ് വിൽ ബിക്കം 8.19 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇത്രയാണ് ആ ഒരു ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ആ പൈപ്പ് കൂടെയുള്ള കേസ്. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം ഈ ഒരു ഇക്വേഷൻ വന്നുകൊണ്ട് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ നൗ വി വിൽ ഗോ ഫോർ ദി ലാസ്റ്റ് പ്രോബ്ലം ഫോർ ടുഡേയ്സ് ക്ലാസ്. The head of water over an orifice of diameter 100 millimeter is 12 meters. The water coming out from the orifice is collected in a rectangular tank 2 meters by 0.9 meters. The rise of water level in this tank is 1.2 meters in 30 seconds. The diameter of pipe is 200 millimeters. Calculate the coefficient of discharge. Hope you have taken down the question. ഈ ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ രീതിയിൽ വന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. അത്ര വലിയ ഡിഫിക്കൽട്ടി അല്ല, പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം പറയാമെന്നേ ഉള്ളൂ. സോ നമുക്ക് തന്നിട്ടുണ്ട് ഓറിഫേസിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് തന്നിട്ടുണ്ട്. ഓറിഫേസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് D0, ദാറ്റ് ഈസ് 100 millimeters ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ 100 millimeters എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 meter. മില്ലി ഈസ് 10 to the power minus 3 അല്ലേ. അപ്പോൾ ആ നേരത്തുള്ള ഹെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് 12 meters. ഹെഡിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ ആസ് 12 meters. അപ്പോൾ അത് വാട്ടറിൻ്റെ ടേംസിൽ തന്നെയാണ് അല്ലേ. ദ ഹെഡ് ഓഫ് ദ വാട്ടർ ഓവർ ആൻ ഓറിഫേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് 12 meters. H is direct value. We can take that value directly. സോ ഇവർ പറഞ്ഞെന്താ, എന്നിട്ട് ആ ഓറിഫേസിൽ നിന്ന് പുറത്ത് വരുന്ന വാട്ടറിനെ അവരൊരു റെക്റ്റാങ്കുലാർ ടാങ്കിൽ കളക്ട് ചെയ്യാണ്. ഒരു റെക്റ്റാങ്കുലാർ ടാങ്കിൽ അവരത് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ ഒരു ഓറിഫേസ് മീറ്ററിൻ്റെ ആ സെറ്റപ്പ് കൂടെ എന്ത് ചെയ്യുന്നു, വാട്ടർ ഇങ്ങനെ ഇതിലേക്ക് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ റെക്റ്റാങ്കുലാർ ടാങ്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ലെങ്ത് ഈസ് 2 meter ആൻഡ് ദ ബ്രെഡ്ത്ത് ഈസ് 0.9 meters. അപ്പോൾ ഇതിൽ വാട്ടർ റൈസ് ചെയ്യുന്ന റേറ്റ് തരുന്നുണ്ട്. എത്രയാണ്? 30 സെക്കൻഡ് കൊണ്ട് 1.2 meter വെള്ളം കൂടുന്നു. 30, അതായത് അര മിനിറ്റ് കഴിഞ്ഞാൽ 1.2 meter വിൽ ഇൻക്രീസ്. 1 minute കഴിഞ്ഞാലോ അത് 2.4 ആവും. അങ്ങനെ സ്റ്റഡി ആയിട്ടാണ് പോകുന്നത് നമ്മൾ സങ്കല്പിക്കും. ആൻഡ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ഈസ് ഗിവൺ. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓറിഫേസ് മീറ്ററിൽ ഒരു പൈപ്പ് ഉണ്ടാവുമല്ലോ, ആ പൈപ്പിൻ്റെ സെൻറ്ററിലാണല്ലോ നമ്മൾ ഈ ഓറിഫേസ് പ്ലേറ്റ് വെക്കുക. അപ്പോൾ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ ദാറ്റ് ഈസ് D1. ഇറ്റ് ഈസ് ഗിവൺ ആസ് 200 millimeters, or I can say that is 0.2 meters. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇതാണ് കണ്ടീഷൻ എങ്കിൽ അവർ ചോദിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കാണുക എന്നുള്ളതാണ്. CD കാണാനാണ് അവർ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. സോ ഇവിടെ ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വേണം. ഏത്? ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A0 A1 ആണ്. സോ A0 ഇൻറ്റു A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. A0 മൈനസ് A1 എന്ന് എഴുതരുത്. അപ്പോൾ എന്ത് ചെയ്യും, വാല്യൂ നെഗറ്റീവായിട്ട് മാറും. നമ്മൾ എടുക്കുന്നത് തെറ്റാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന രീതിയിൽ ഡിനോമിനേറ്റർ എഴുതുക. ഇൻ ദ കേസ് ഓഫ് സെക്ഷൻ നമ്മൾ ഓറിഫേസ് മീറ്ററും ഓറിഫേസ് പ്ലേറ്റിൻ്റെ സെക്ഷനും വെനാ കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻ എടുക്കുമ്പോഴും എന്ത് ചെയ്യണം, താഴെ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എന്നോട് CD കാണാൻ ചോദിക്കണം.
അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് അറിയോ? ഡിസ്ചാർജ് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇവിടെ സി ഡിയും കണ്ടുപിടിക്കണം. A0 കാണാൻ പറ്റും, കാരണം എന്താ, D0 നമുക്ക് തന്നിട്ടുണ്ട്. A1 അറിയോ? A1 അറിയാം, കാരണം എങ്ങനെ, D1 തന്നിട്ടുണ്ട്, അതിന് കണ്ടുപിടിച്ചാൽ മതി. 2G is a constant value. H value നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 12 മീറ്റർ ഹെഡ് എബവ് ദി വാട്ടർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ വി വിൽ സി. ആദ്യം ഞാൻ ഏരിയ 1 കാണാം, അല്ലെ ഏരിയ അറ്റ് ദി ഓറിഫേസ് കാണാം, ദാറ്റ് ഈസ് A0. ഇപ്പോൾ A0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് π/4 ഇൻറ്റു D0 എന്ന് പറഞ്ഞാൽ 0.1 സ്ക്വയർ. സോ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 7.85 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ. Okay, and similarly A1 എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു ഹിയർ D is 0.2, that is 0.2 the whole square is equal to, നിങ്ങളിത് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂസ് 0.0314 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എനിക്ക് ഏരിയ 1ഉം ഏരിയ 2ഉം കിട്ടി. ഇനി ഇപ്പോൾ ഏരിയ 1 ഏരിയ 2 ഏരിയ 2 അല്ല, ഏരിയ ഓഫ് ദ ഓറിഫേസ് കിട്ടി, 2GH, അത് എനിക്കും അറിയാം. ഇനി ഞാൻ ഈ ക്യൂ കാണണം, അല്ലേ? ക്യൂ ആണ് കാണേണ്ടത്. ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്, അതായത് എത്രയാണ് അതിൻ്റെ ഫ്ലോയുടെ റേറ്റ്. ഇപ്പം നമ്മൾ എഴുതാറുള്ളത് യൂണിറ്റ് എന്താ, m³/s. നിങ്ങളിവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണേ, കാരണം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ഈ ക്യൂ എഴുതുന്നിടത്താണ്. സോ ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ എഴുതുന്നത് എന്താ, m³/s. അതായത് ഒരൊറ്റ സെക്കൻഡിൽ എത്ര വോളിയം ഓഫ് വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ആ ഒരു ഫ്ലോയുടെ റേറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഡിസ്ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് m³/s ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം, മറ്റൊരു രീതിയിൽ എഴുതാം. എത്ര വോളിയം പാസ് ചെയ്യുന്നു ഇൻ എ പർട്ടിക്കുലർ ഗിവൺ ടൈം എന്നതാണ് ഡിസ്ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര വോളിയം പോകുന്നു ഇൻ 1 സെക്കൻഡ്, അതായത് ഇൻ 1 പെർട്ടിക്കുലർ ടൈം എന്നാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഡിസ്ചാർജ് ആസ് വോളിയം ബൈ ടൈം, അല്ലേ? പക്ഷേ ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ വോളിയം നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. പൈപ്പിൻ്റെ വോളിയം നമുക്ക് കാണാൻ കഴിയും, കാരണം ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. മാത്രമല്ല അതിൻ്റെ ലെങ്ത്തിന് ഇൻഡിപെൻഡൻറ്റുമാണ്. സോ ആ ഒരു വോളിയം ഇവിടെ എടുക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ആ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റെക്റ്റാങ്കുലർ ബോക്സ് എന്നത്. അതായത് ഇത് എത്ര നിറയുന്നു, ഇതിൻ്റെ വോളിയം എത്ര നിറയുന്നു, എത്ര സമയം കൊണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡിസ്ചാർജ് കിട്ടും. അപ്പോൾ ഒരു ക്യൂബ്, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആകുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലേ? ഇതാണ് ടോട്ടൽ വോളിയം. പക്ഷെ ഇവിടെ ഹൈറ്റ് നമുക്ക് തന്നിക്കണോ? ഇല്ല, കാരണം ഹൈറ്റിന് പ്രസക്തി ഇല്ല, കാരണം ഇവിടെ വെള്ളം ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണോ? അല്ല, വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, അവർ പറയുന്നുണ്ട് ഒരു ടൈം 1.2 മീറ്റർ നിറയും. ഇപ്പോൾ ഇതാണ് 1.2 മീറ്റർ എങ്കിൽ ഇത്രയും പാർട്ട് വെള്ളം നിറയും. എത്ര സമയം കൊണ്ട്? 30 സെക്കൻഡ് കൊണ്ട്, അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, വെള്ളം നിറഞ്ഞു, ഇത്രയും 30 സെക്കൻഡ് കൊണ്ട് എനിക്ക് ഇത്ര വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മാത്രം ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം എത്രയാണ്? കാരണം ആ റെക്റ്റാങ്കുലർ ബോക്സിൽ അത്രയും വാട്ടർ നിറഞ്ഞു കിടക്കുന്നുണ്ട്. സോ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. Length is 2 meters, breadth is 0.9 meters and height is 1.2 meter, അല്ലേ? അപ്പോൾ എനിക്ക് വോളിയം കിട്ടുമല്ലോ. ലെങ്ത് ഈസ് 2 മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് 0.9 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായി? 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഹൈറ്റ് എത്രയായി? 1.2 മീറ്റർ. ഓക്കെ, ബൈ ടൈം, എത്ര ടൈം കൊണ്ടാണ് അത് 1.2 ആയത്? ദാറ്റ് ഈസ് 30 സെക്കൻഡ്സ്. സോ 30 സെക്കൻഡ്സിൽ തന്നെ ഇടാം, കാരണം നമ്മുടെ യൂണിറ്റ് m³/s ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഡിസ്ചാർജിൻ്റെ ഇങ്ങനെ എഴുതലാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം നിറഞ്ഞ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. സോ ദാറ്റ് ഈസ് 1.2 മീറ്റേഴ്സ് ഇൻ 30 സെക്കൻഡ്സ്. ഇനി ഇവിടെ നിങ്ങൾക്ക് 2.4 എടുക്കാം, കാരണം 1 മിനിറ്റ് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സ് പറഞ്ഞാൽ അര മിനിറ്റാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് ആവും? ദാറ്റ് വിൽ ബി 2.4. അപ്പോൾ നിങ്ങൾക്ക് 1.2ൻ്റെ അവിടെ 2.4 എടുക്കാം, ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്തു? 1 മിനിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിൽ എഴുതണം, കാരണം യൂണിറ്റ് ഈസ് ഇൻ സെക്കൻഡ്സ്. സോ ദാറ്റ് വിൽ ബി 60 സെക്കൻഡ്സ് സ്റ്റഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ആൻസർ ഫോർ യു. സോ ക്യൂയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 0.072 m³/s ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്യൂ നോൺ ആയില്ലേ? നോൺ ആയി. ബാക്കി A0 A1 ഒക്കെ നിങ്ങൾക്ക് അറിയാം. 2GHലെ H അറിയാലോ, H അറിയാം. സോ ഫൈനലി യു ക്യാൻ ഫൈൻഡ് CD. സോ നൗ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ആസ് Q എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ Q കിട്ടി, ദാറ്റ് ഈസ് 0.072,
അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു A1. A0 നമുക്കറിയാം എത്രയാണ്? 7.85 ഇൻറ്റു 10⁻³ ഇൻറ്റു A1 ഈസ് 0.0314 ഇൻറ്റു √2 ഇൻറ്റു 9.81, ദാറ്റ് ഈസ് G. എച്ചിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് വാസ് 12 മീറ്റേഴ്സ്. ഈ യൂണിറ്റ് മീറ്റേഴ്സ് തന്നെയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, വേറെ കൺവേർഷനോ കൺഫ്യൂഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഡിവൈഡഡ് ബൈ √A1 square, that is 0.0314 the whole square, minus 7.85 into 10⁻³ the whole square, അല്ലേ? ഇത്രയും വാല്യൂ ഇൻറ്റു സി ഡി. സോ നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you can see that the value of CD was found to be approximately it was 0.579. So the coefficient ആയതുകൊണ്ട് വേറെ യൂണിറ്റ് ഒന്നുമില്ല. സോ ഫൈനലി യു വിൽ ഗെറ്റ് ദി ആൻസർ. CD is 0.579. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ചിലർക്ക് അത് 0.58 കിട്ടിയാൽ അത് ഇറ്റ് ഡിപ്പെൻസ്. അത് നിങ്ങൾ എത്രത്തോളം ഡെസിമൽ എത്രത്തോളം നിങ്ങൾ ക്ലാരിറ്റിയിൽ എഴുതുന്നുണ്ടോ അതിനനുസരിച്ചിട്ടിരിക്കും. സോ ഫസ്റ്റത്തെ ആ ഒരു നമ്പർ 0.579 പകരം നിങ്ങൾക്ക് 0.583 അല്ലെങ്കിൽ 0.593 കിട്ടിയാൽ ഇറ്റ്സ് നിയർ ടു ദി ആൻസർ. സോ ഒബ്വിയസ്ലി അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ മാർക്സ് കംപ്ലീറ്റ് തരേണ്ടതാണ് ഇൻവിജിലേറ്റർ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദ പ്രോബ്ലംസ് ഫ്രം ഓറിഫൈസ് മീറ്റർ. ഓറിഫൈസ് മീറ്ററിലെയും അതുപോലെ വെഞ്ചുറി മീറ്ററിലെയും ഒരുപാട് പ്രോബ്ലംസ് പല ടൈപ്പിലായിട്ട് ചോദിക്കാം. ഫൈനലി ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ പ്രഷർ ഹെഡിൻ്റെ ഇക്വേഷൻസ് തരുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ കൺവേർഷൻ ഫാക്ടർ, ഇങ്ങനത്തെ ഒരു കൺവേർഷൻ ഫാക്ടറിൻ്റെ കാര്യം കൂടെ ഓർത്ത് വെക്കുക. സോ പിന്നെ നിങ്ങളെല്ലാം കറക്റ്റ് യൂണിറ്റ്സിലാക്കിയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ വാല്യൂസും കറക്റ്റായിട്ട് മാറിപ്പോവാതെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദി ഫൈനൽ ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ച് പിന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധ നന്നായിട്ട് കൊടുത്ത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ problems from venturi meter and problems from orifice meter are a very simple piece of cakes. Okay, so thank you all for watching this video.